നമസ്കാരം. വീട്ടമ്മാസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പൊട്ടറ്റോ കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതൊരു തട്ടിക്കൂട്ട് കറിയാണെങ്കിലും ടേസ്റ്റിലൊട്ടും പിന്നോട്ട് നിൽക്കുന്ന കറിയല്ല. തട്ടിക്കൂട്ട് കറി എന്ന് പറയാൻ കാരണം നമ്മൾ മടിയുള്ള ദിവസങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ മടിയുള്ള ദിവസങ്ങളിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സ്, ജോലിയുള്ള ജോലിയുള്ള അമ്മമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എളുപ്പത്തിലുള്ള കറിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ 2 സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ഉരുളക്കിഴങ്ങ്, ഇതെല്ലാം കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമ്മളൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴറ്റണ്ട എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഈ വഴറ്റുക എന്ന് പറയുന്ന മിക്കവർക്കും മടിയുള്ള കാര്യമാണ്. അപ്പോൾ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഉപ്പും വെള്ളവും കൂടി, കുറച്ച് വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. എൻ്റെ കുക്കറിൽ 2 വിസിൽ മതി ഉരുളക്കിഴങ്ങ് വേവാൻ. അപ്പം നിങ്ങളുടെ കുക്കറിൽ എത്ര വിസിൽ വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ വിസിലടിക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം പ്രഷർ നന്നായിട്ട് റിലീസായതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നോക്കുക. അതേ ഉരുളക്കിഴങ്ങെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്, പക്ഷേ എന്നാൽ കുഴഞ്ഞു പോയിട്ടുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഒരു പാൻ വെക്കുക. പാനിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക, വറ്റൽമുളക് ഇടുക, പിന്നെ അതുപോലെ കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് പൊട്ടുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുന്നതിന് മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് സിമ്മിലിടുക, അല്ലെങ്കിൽ തീ ഓഫ് ചെയ്യുക. അപ്പോൾ പൊടികളെന്ന് പറയുന്നത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 1.5 ടീസ്പൂൺ, മല്ലിപ്പൊടി 3/4 ടീസ്പൂൺ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇട്ട് മസാലയിലോട്ട് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിക്കുമ്പോൾ നമ്മുടെ കിഴങ്ങ് പൊടിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് മസാല പൊടികളും ഒക്കെ അതിൽ പിടിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു മീഡിയം കട്ടിക്കുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. അപ്പോൾ അത് 2 തവണയായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. എത്ര സിമ്പിളായിട്ടുള്ള ഒരു കറിയല്ലേ. ഇനി ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് മസാലപ്പൊടി, ഇപ്പോൾ ഗരം മസാല, അല്ലെങ്കിൽ ഞാനിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച മസാലയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ചുകൂടി ആഡംബരം വേണമെങ്കിൽ നമുക്ക് കാഷ്യൂ പേസ്റ്റ് അല്ലേ, അതായത് അണ്ടിപ്പരിപ്പ് ഒന്ന് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഇത് ഇപ്പോൾ ബേസ് ഒരു തട്ടിക്കൂട്ട് പൊട്ടറ്റോ കറി. അപ്പം മടിയുള്ള ദിവസങ്ങളിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ പറ്റിയൊരു കറിയാണ്. എളുപ്പത്തിലൊരു തട്ടിക്കൂട്ട് കറിയാണെങ്കിലും ടേസ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും പിന്നോട്ട് നിൽക്കത്തില്ല, മുന്നിൽ തന്നെ നിൽക്കുന്ന ഒരു കറിയാണ്. അപ്പം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ട്രൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.